സ്ത്രീ 2 മഡോക്ക് സൂപ്പർ നാച്ചുറൽ യൂണിവേഴ്സിലെ 5ാമത്തെ സിനിമയാണ്. ഇതിനു മുമ്പുണ്ടായിരുന്നു സ്ത്രീ 1 2018 സിനിമ റിലീസായത്. ഇപ്പം എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്ത്രീ 1 ആണോ സ്ത്രീ 2 ആണോ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്ത്രീ 1 ആണ്. അതിന് അതിൻ്റേതായ റീസൺസ് ഉണ്ട്. ഈ 2ാമത്തെ സിനിമ സൂപ്പർ ഡ്യൂപ്പർ ബ്ലോക്ക് ബസ്റ്ററാണ്. സിനിമ 100 കോടി ബഡ്ജറ്റിലെടുത്ത സിനിമയ്ക്ക് ഓവറോൾ 855 കോടി രൂപ കളക്ഷൻ കിട്ടി. ബോളിവുഡിൽ ഒരു കംബാക്ക് സിനിമയായിട്ട് നിൽക്കുന്നൊരു സാധനമാണ്. ഒരു ഹൊറർ കോമഡി സിനിമയാണ്. ഫസ്റ്റ് സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചന്തേരി എന്ന് പറയുന്ന ഒരു ചെറിയ സ്മോൾ ടൗണ്, അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്, അവിടെ നടക്കുന്ന സൂപ്പർ നാച്ചുറൽ ഹൊറർ സാധനങ്ങളാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് മരിച്ചുപോയ ഒരു ആംഗ്രി സ്പിരിറ്റാണ്, അതായത് വുമൻ്റെ സ്പിരിറ്റാണ്. അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലോക്കലായിട്ടുള്ളൊരു ഫെസ്റ്റിവൽ, അമ്പലത്തിൻ്റെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ആണുങ്ങളൊന്നും സേഫ് അല്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളെ ഇവർ അപ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകും. ഇവർക്ക് ആണുങ്ങളോട് എന്തോ ഒരു വലിയ വൈരാഗ്യമുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് സിനിമയിൽ കാണിക്കുന്നത്. നമ്മുടെ നായകനായിട്ടുള്ള വിക്കി, അതായത് വിക്കിയുടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. ഇവർ ചേർന്നിട്ട്, അതേപോലെ തന്നെ ഈ ശ്രദ്ധ കപൂറിൻ്റെ ക്യാരക്ടറായിട്ടുള്ള അൺനോൺ ക്യാരക്ടറാണ്. ശ്രദ്ധ കപൂർ എന്ന് പറയുന്നത് അൺനോൺ ആയിട്ടുള്ള പേര് പറയാത്തൊരു ക്യാരക്ടറാണ്, ഒരു വിച്ചാണ് ആക്ച്വലി അത്. അപ്പം അവരെല്ലാം കൂടെ ചേർന്നിട്ട് ഈ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ എങ്ങനെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് സിനിമയിൽ കാണിക്കുന്നത്. അതിൽ ഭയങ്കര സൂപ്പർ നാച്ചുറൽ സാധനങ്ങളോ അല്ലെങ്കിൽ ഹൊറർ സാധനങ്ങളുണ്ട്. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. സിനിമ അത് കുറച്ചും കൂടി ഫീൽ ചെയ്യാൻ പറ്റും. ഞാൻ അത് കണ്ട് കഴിഞ്ഞിട്ട് ഈ ഒരു സിനിമ കാണാൻ 2ാമത്തെ സിനിമ കാണുന്ന സമയത്ത് ആമസോൺ പ്രൈമിലാണ് OTTയിൽ വന്നത്. അപ്പോഴാണ് ഞാൻ കാണുന്നത്. ഈ ഒരു 2ാമത്തെ സിനിമ കാണാൻ പോകുന്നത് ഫസ്റ്റ് സിനിമയുടെ അതേ ഫീലായിരിക്കും സെക്കൻഡ് സിനിമയിലും കിട്ടുന്നത് എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്, പ്രതീക്ഷയിലാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു സെക്കൻഡ് സിനിമയിലേക്ക് വന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് ആക്ച്വലി ഫസ്റ്റ് സിനിമയിലെ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ഇവർ സോൾവ് ചെയ്യുന്നു. സ്ത്രീ ആ ഒരു ടൗൺഷിപ്പ് വിട്ട് പോകുന്നു. അവിടെയാണ് സിനിമ തീരുന്നത്. അപ്പം സെക്കൻഡ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഒരു ഹെഡ്ലെസ് മോൺസ്റ്റർ വരുന്നു, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മോൺസ്റ്റർ വരുന്നു. അപ്പം സ്ത്രീയുടെ പാസ്റ്റിലുണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഹെഡ്ലെസ് മോൺസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം പുള്ളിക്കാരനെ സ്ത്രീയാണ് കൊന്നത്. സ്ത്രീ കൊന്നതിൻ്റെ പ്രതികാരം ചെയ്യാനായിട്ടാണ് പുള്ളി തിരിച്ചു വരുന്നത്. ഈ ടൗൺ ഇല്ലാണ്ടാക്കാനായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു വുമണൈസറായിട്ടുള്ള ക്യാരക്ടറാണ്. അങ്ങനെ പോകുന്നു. അപ്പം ഈ ഒരു സെക്കൻഡ് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഫസ്റ്റ് സിനിമയിൽ ആണുങ്ങളെയാണ് അപ്ഡക്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സിനിമയിൽ പെൺകുട്ടികളെയാണ്, മോഡേണായിട്ടുള്ള പെൺകുട്ടികളെയാണ് അപ്ഡക്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഈ ഒരു ഹെഡ്ലെസ് മോൺസ്റ്റർ അപ്ഡക്റ്റ് ചെയ്ത് വേറൊരു നിലത്തിൽ പോകുന്നു. അതായത് നമ്മൾ കാണുന്ന ആ ഒരു ചന്തേരിയിലല്ല, അവിടുന്ന് വേറൊരു നിലത്തിൽ പോകുന്നു. അങ്ങനെ വിക്കിയും ഗ്യാങ്ങും, വിക്കി, അതേപോലെ തന്നെ ബിട്ടു, ജന, രുദ്ര, ബായ്, ഇവർ വീണ്ടും വരുന്നു. ഇവരെല്ലാം അവിടെ തന്നെയുണ്ട്. അപ്പം വിക്കി ഇപ്പോഴും മറ്റേ പെൺകുട്ടിയായിട്ട് ഭയങ്കര അഗാധമായ പ്രണയത്തിലൊക്കെയാണ്. മറ്റേ പേരില്ലാത്ത വിച്ച്. അവൾ പോയല്ലോ. അങ്ങനെ ഇവർ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് വീണ്ടും ഇറങ്ങുന്നു. വിക്കി വീണ്ടും പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും വരുന്നു പേരില്ലാത്ത വിച്ച് വരുന്നു. അങ്ങനെ ഇവർ വീണ്ടും ഈ ഒരു പ്രോബ്ലം, ആരാണ് ഈ ഒരു ഹെഡ്ലെസ് മോൺസ്റ്റർ എന്നൊക്കെ അന്വേഷിച്ച് പോകുന്നതും അങ്ങനെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് സിനിമ കാണിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് വർക്കാവാതിരുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര സൂപ്പർ നാച്ചുറൽ പവറാക്കിയാണ് കാണിക്കുന്നത്. ഫസ്റ്റിനകത്ത് നമ്മൾ ഈ പറയുന്ന വിക്കിയും ഗ്യാങ്ങും ആ ഒരു സ്ത്രീ എന്ന് പറയുന്ന സാധനത്തോട് അത് ഭയങ്കര രസകരമായിട്ട് എന്ന് വെച്ചാൽ ആ കോമഡി ആയാലും എല്ലാം നമുക്ക് വർക്കാവും. പക്ഷേ സെക്കൻഡ് സിനിമയിലേക്ക് വന്ന സമയത്ത് കോമഡികളൊന്നും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് മാത്രം ഫീൽ ചെയ്തതാണെന്ന് അറിയില്ല, എനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്നൊരു ഐഡിയ ഇല്ല. വിക്കിയുടെ കോമഡിയൊക്കെ വിക്കി ഭയങ്കര സീരിയസ് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ വിക്കിക്ക് മറ്റേ പെൺകുട്ടിയോട് പ്രേമമാണ്, അതെങ്ങനെയും എക്സ്പ്രസ് ചെയ്യണം എന്നുള്ള സാധനങ്ങളാണ് പറയുന്നത്. പിന്നെ അവസാനം ഇമോഷണൽ സാധനങ്ങൾ വന്ന സമയത്തും എനിക്കങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല, വർക്കാവുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്, അതൊന്നും ഞാൻ പറയുന്നില്ല. ഫസ്റ്റ് സിനിമയിലും അതങ്ങനെയാണ്. പക്ഷേ ഫസ്റ്റ് സിനിമ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് സിനിമയിൽ ആവശ്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സ്, വെയർവൂൾഫ്, അത് ഇതെന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറേ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതെനിക്ക് അങ്ങോട്ട് വർക്കായില്ല. ഞാൻ പറഞ്ഞില്ല, വെയർവൂൾഫിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എന്തിനായിരുന്നു എന്നുള്ളത്, ആ സാധനമൊന്നും ഇല്ല. നമ്മൾ ഫസ്റ്റിൽ കണ്ട പോലത്തെ ഒരു നോർമൽ സാധനം, ആ ഒരു പഴയ കോംബോ തിരിച്ചു കൊണ്ടുവരികയായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് ഭയങ്കര സൂപ്പർ പവറാകുന്നു, സൂപ്പർ നാച്ചുറൽ പവർ, VFX കാര്യങ്ങൾ ആ സൈഡെല്ലാം ഓക്കെയാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. വേറെ വൂൾഫിൻ്റെ ഒരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു VFX നന്നായിട്ട് CGI ചെയ്തിട്ടുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്ക് സിനിമ വർക്കായില്ല. എന്തുകൊണ്ടാണത്? ഫസ്റ്റ് സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു സെക്കൻഡ് സിനിമ പോയി കാണുന്നത്. OTT വന്നപ്പോൾ
ഞാൻ യൂഷ്വലി അങ്ങനെ ബോളിവുഡ് സിനിമകളൊന്നും അങ്ങനെ പോയി ഇപ്പം ഇത് കാണണം എന്ന് വിചാരിച്ചൊന്ന് പോയി കാണുന്ന ഒരാളൊന്നും അല്ല. പക്ഷേ ഈ സിനിമ എനിക്ക് വർക്കായതുകൊണ്ട് സെക്കൻഡ് സിനിമ പോയി കണ്ടു. വർക്കായില്ല സെക്കൻഡ് സിനിമ, സത്യമുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇത്രയും കളക്ഷൻ കിട്ടിയൊരു സിനിമ ഞാൻ ഫസ്റ്റിനേക്കാളും ബെറ്റർ ആയിരിക്കും എന്ന് പ്രതീക്ഷയാണ് പോയത്. ഫസ്റ്റ് സിനിമയാണ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്റ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? നിങ്ങൾ ഈ സിനിമ രണ്ടും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സിനിമ ഫീൽ ചെയ്തതെന്ന് നിങ്ങൾ പറയുക. ഇതിനൊരു തേർഡ് പാർട്ട് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അങ്ങനെയാണ് സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. തേർഡിനകത്ത് കുറച്ചും കൂടെ വലിയ വില്ലനൊക്കെ ആയിരിക്കും കൊണ്ടിരുന്നത്. ഇതിനും വേണ്ടി പ്രേതങ്ങൾ ചന്തയിലുണ്ടോയെന്നാണ് എനിക്കിനി ചോദിക്കാനുള്ളത്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ സിനിമ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. നിങ്ങൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് സിനിമയാണോ സെക്കൻഡ് സിനിമയാണോ വർക്കായെന്ന്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണോ. അതപ്പോൾ ബൈ ഗൈസ്.